അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഇന്നലെ ഇവിടെ നോമ്പ് മുറിയായിരുന്നു ഉമ്മാൻ്റെ ഫാമിലിക്ക്. അതായത് ഉമ്മാക്ക് 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. വൈകുന്നേരത്തെ പ്രിപ്പറേഷൻ നമ്മൾ ഒരു ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് ബോണ്ട ഇഷ്ടമേ അല്ല ഉണ്ടായത്. പിന്നെ എൻ്റെ ഉമ്മമാൻ്റെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട് ബോണ്ടൻ്റെ കൂടെ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ശരിക്കും ബോണ്ട തിന്നാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇന്നത്തെ മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടയും സമൂസയും പിന്നെ തെരയട. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു വൈറ്റ് കളർ ദോശ പോലത്തതിൽ തേങ്ങാപ്പണ്ടം വെക്കുന്നത്. പിന്നെ അളമ്പക്കടയുമാണ്. ഫുഡ് ചിക്കൻ ബിരിയാണിയും പിന്നെ ഇറച്ചിക്കടമ്പുമാണ്. ഇറച്ചിക്കടമ്പിന് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് കുറച്ച് മാറിയാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആണപ്പത്തിൽ എന്നാണ് പറയുക. പിന്നെ പിടി എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ നാട്ടിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ചെറിയ പാക്കറ്റിലൊക്കെ ഉള്ളത് ചിക്കൻ ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുക്കിംഗ് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, നമുക്ക് ടൈമൊക്കെ ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യത്തിന് എടുത്താൽ മതി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ പാക്കറ്റും പുറത്തെടുത്തിട്ട് ചൂടാക്കുന്നുണ്ട്. ഇത് സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. പിന്നെ ചെറിയരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഇളമ്പക്കടക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവുന്നുണ്ട്. പിന്നെ ഇളമ്പക്കയിൽ മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇളമ്പക്കട ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഫുഡ് പ്രോസസ്സറിലാണ് അരിഞ്ഞത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൽ ആക്കുമ്പോൾ നല്ല എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞതിന് ശേഷം ഒരു പ്രഷർ കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും. നമുക്ക് ഒരുപാട് സമയം വഴറ്റിയിട്ടൊന്നും ടൈം കളയണ്ട. നല്ല ടേസ്റ്റി ആയിരിക്കും. ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടും ഉണ്ടാവും. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചു. പിന്നെ ഇത് ഇറച്ചിക്കടമ്പിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കുന്നതാണ്. ഈ കറിയിലേക്കാണ് കടമ്പിട്ട് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇളമ്പക്കടൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് മാവ് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കലാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ഓയിൽ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ശേഷം സമൂസയും റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ വെയിലൊന്നും ഉണ്ടായിട്ടില്ല, കൂടുതൽ ചൂടും ഉണ്ടായിട്ടില്ല. ഒരു മഴ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു.
പിന്നെ ഇത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ കടമ്പിന് വേണ്ടിയിട്ടുള്ള മാവും ഇതുപോലെ ചെറിയ ചെറിയ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് 2 ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ മാഷാഅല്ലാ പുറത്ത് നല്ല മഴ പെയ്തു. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി. ഇനി ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. മഴ ഇങ്ങനെ പെയ്യാണ്ട് പെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ആവേശമാണ്. ചില സമയത്ത് നമുക്ക് മഴ ഇഷ്ടമല്ല. കാരണം നമ്മൾ വിചാരിച്ച പ്ലാനൊന്നും നടക്കില്ല. ഏതെങ്കിലും ഒരു ഇവൻ്റ് ഉള്ളൊരു ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാനൊക്കെ ഒന്ന് ഫ്ലോപ്പായി പോവും. പക്ഷെ ചില സമയത്ത് നല്ലൊരു ആശ്വാസമാണ് മഴ പെയ്യുന്നത്. അപ്പം ഇന്നത്തെ മഴ ശരിക്കും നല്ല അടിപൊളി തന്നെയായിരുന്നു. കാരണം ഒരുപാട് ചൂടുണ്ടാകുമ്പോൾ നമുക്കൊരു മഴയൊക്കെ പെയ്താൽ ഭൂമിയൊക്കെ തണുക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ കിട്ടുമ്പോൾ ശരിക്കും ഒരു സന്തോഷം തന്നെയാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. കിച്ചണിൽ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഒന്നും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു. ഇപ്പം എല്ലാം കൂടി ഒന്നിച്ച് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ആയിക്കൊണ്ട് വരുന്നുണ്ട്. കടമ്പിലേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഫ്രൈയും ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടത്. ഇത് നേരത്തെ ഉള്ളിയും തക്കാളിയും വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഈ ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതും കൂടി ആഡ് ചെയ്യുക. ഇത് ഒന്നിച്ച് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കാരണം ഉള്ളിയും തക്കാളിയും ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് നിങ്ങളെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് തൈരും, ഒരു 1/4 കപ്പ് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ടാണ് 1/4 കപ്പ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ പുളിയുള്ള തൈരാണ് ആഡ് ചെയ്തത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ആ തൈരിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വിനാഗിരിയും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടുക. നിർബന്ധമൊന്നുമില്ല, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇടുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടാൽ നമ്മൾ മസാല റെഡിയായി. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നെയും കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ടിട്ട് ദം ചെയ്തെടുത്താൽ മതി. പിന്നെ ഉള്ളിയും തക്കാളി അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സിമ്പിളുമാണ്. മഗ്രിബിൻ്റെ സമയം ആയി വരുന്നുണ്ട്.
പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പകുതി ആൾ വേറെയും പകുതി ആൾ വേറെയൊക്കെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ നിലത്ത് ഷീറ്റൊക്കെ വിരിച്ച് പിന്നെ സ്നാക്കും ജ്യൂസും ഒക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മഗ്‌രിബിന് കുറച്ച് മുമ്പ് തന്നെ എല്ലാവരും വന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ചായ കുടിക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ അവരവരെ കളിയിലേക്കായി. പിന്നെ ഉമ്മാൻ്റെ സിസ്റ്ററും കൂടി അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ രാത്രി വലിയ ഇടിയും മിന്നും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.